നമസ്കാരം. ഇത് കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് നിന്ന് വന്ന ഒരു റെസ്ക്യൂ കോളായിരുന്നു. ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു മുറിക്കകത്തേക്ക് പാമ്പ് കയറിപ്പോയി എന്നാണ് വിളിച്ചവർ പറഞ്ഞത്. കയറിയപ്പോൾ തന്നെ എലിക്കാഷ്ടത്തിൻ്റെ സ്മെല്ലും പിന്നെ എലി മുറിച്ചിട്ടേക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മുറിക്കകത്ത് മൊത്തം ഒന്ന് നന്നായിട്ട് സെർച്ച് ചെയ്തു. ഇത്തരം പാമ്പുകളെ വീട്ടിനകത്തും പരിസരത്തുമൊക്കെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും 360 ദിവസം കേരള വന്യജീവി വകുപ്പിൻ്റെ സർപ്പ ആപ്പ് വഴി ലൈസൻസ് ഉള്ള വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ്. അവർ വന്നിട്ട് വളരെ സേഫായിട്ട് പാമ്പിനും നിങ്ങൾക്കും അപകടമൊന്നുമില്ലാണ്ട് റെസ്ക്യൂ ചെയ്യുന്നതായിരിക്കും. ഈ കേസിൽ ഇത് ചേരയാണ്. ചേരയെന്ന് പറഞ്ഞാൽ ഉപദ്രവം ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പാമ്പാണ്. അപ്പോൾ ഈ പാമ്പിനെ ശരിക്കും പറഞ്ഞാൽ റെസ്ക്യൂ ചെയ്യേണ്ട കാര്യമില്ല. പാമ്പിനെ വെറുതെ ഓടിച്ചുവിട്ടാൽ മതി. ഇതിന് മുറിക്കകത്തായതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര പേടിയായതുകൊണ്ടും ഞങ്ങൾ റെസ്ക്യൂ ചെയ്തതാണ്. പറയാൻ വന്നത് ഇതൊന്നുമല്ല. കാരണം പറഞ്ഞുതരാം, നമ്മൾ ഇതിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഇതില്ലാന്നുണ്ടെങ്കിൽ എലി ഉള്ളിടത്തോളം കാലം പാമ്പുകൾ വരും. ചിലപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ചെറിയ മണ്ണിനാണെങ്കിൽ ഇത് തിന്നാലും ഇതിന്റെ ഭക്ഷണമാണ്. അപ്പോ എപ്പോഴും നമ്മൾ അതിർത്തിച്ചേരെന്നൊക്കെ പറയുന്നത് ഇതാണ്. ഈ സാധനം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള പാമ്പുകൾ വിഷം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. മനസ്സിലായി? ഇത് നമ്മൾ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇതിന് പകരം വന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂർഖനായിരിക്കും. മൂർഖനാണെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവരുടെ പറമ്പിൽ തന്നെ പാമ്പിനെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പാമ്പിനെ ഞങ്ങളിവിടെ റിലീസ് ചെയ്യാണ്. അവരുടെ പറമ്പിനെ അടുത്ത് തന്നെ ബാക്കിൽ തന്നെ റിലീസ് ചെയ്ത വീഡിയോ ആണ് കാണുന്നത്. താങ്ക് യു.